പാവം എനിക്ക് സങ്കടം വരുന്നുണ്ട്. കാര്യം ചെയ്തു ചുമ്മാ ഞാൻ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് ഉള്ളിൽ വിഷമമുണ്ട്. നിന്റെ അവസ്ഥ ലഡുവില് തുപ്പിയൊന്നും വയ്ക്കല്ലേ ഏട്ടാ നമ്മുടെ. എടാ രണ്ടു ലഡു കൊടുത്ത് ഇങ്ങനെ ഇടിച്ചു നോക്കടാ പൊട്ടുന്നു. എന്തെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു അല്ല അത് കുടിക്കല്ലേ കുടിക്കാനല്ല അത്. ഞാൻ ഇങ്ങനെയെങ്കിലും ഒരു ഗ്ലാസ് പാല് കൈ കൊണ്ട് തൊടത്ത് ഇപ്പൊ ഒഴിക്കല് പാട കിട്ടും. എന്നാ ഞാൻ തമാശ, നിങ്ങൾ ഈ തമാശ എന്ന് വിചാരിക്കണം. ഞാൻ ലഡുവിൽ കാണിച്ച നാച്ചുറാലിറ്റി ജിലേബിലൂടെ കാണിച്ച. പക്ഷെ എന്താ അറിയോ, ഇത് നിങ്ങള് അവിടെ ഓപ്പോസിറ്റ് ടീമിലായിരുന്നെങ്കിലേ ഞാൻ അവിടെ നിന്ന് ആ ദിശയിലേക്ക് നോക്കുമ്പോ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് ആയിരുന്നു. കാര്യം എന്നെ പോലെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ കല്യാണം കഴിക്കാതെ. എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയൊരു രഹസ്യമായിട്ട് വേറെ സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ബാച്ചിലേഴ്സ് ഓഫ് കോമഡി മാസ്റ്റേഴ്സ് എന്ന്. ഒരു മിനിറ്റ്, രണ്ടുപേർക്ക് എന്തിനാ വാട്സ്ആപ്പ് ഗ്രൂപ്പ്? അല്ല, അതിൽ നിന്ന് ഇന്നലെ രാത്രി അവള് ലെഫ്റ്റ് ആവുകയും ചെയ്തത്. പക്ഷെ വിഷമം എന്താ അറിയോ, ഇനി നോവേണ്ട ഒറ്റയ്ക്കായല്ലോ, അവള് പോയില്ലേ, ആര് അമ്മീൻ കൊണ്ടുപോയല്ലോ. അങ്ങനെ നമ്മളെ വിട്ടു കൊടുക്കൂലല്ല, അങ്ങനെ അതേ ജോലി. പിന്നെ നമ്മൾ അമീന് കൊടുക്കൂ. അത് ഇപ്പൊ ഇന്നലെ അവര് നിക്കാതെ കഴിഞ്ഞിട്ട് ഞാൻ രണ്ടെണ്ണത്തിനെ വെറുതെ വിട്ടില്ല, രണ്ടിനെ അപ്പം ഞാൻ തൂക്കി. ഞാൻ നോക്കുമ്പോഴേ കല്യാണ ഹാളിന്റെ ബാക്കിൽ ചേട്ടൻ നിക്കുന്നു. ഡയാന കേട്ടോടിനെ അമീനെ നേരെ കാറിലിട്ടു, നേരെ അങ്ങ് വന്നു. നീ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്? ഞാൻ നോക്കി നിന്നു. എനിക്കൊരു സ്റ്റെപ്പിന് വേണ്ടേ എന്റെ സഹായത്തിന് ആള് വേണം. അങ്ങനെ അപ്പൊ ഞാൻ രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വിളിക്കട്ടെ? എല്ലാം സെറ്റ് അല്ലേ? നോക്കട്ടെ. ഓക്കെ, ലഡു എണ്ണി നോക്കണം. എന്നാലും ഇത് കാണുമ്പോ എനിക്ക് വിളിയണ്ട. അതെ പ്രേക്ഷകരെ, നമ്മുടെ ഡയാനക്കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. അമീനും ഡയാനയും ആദ്യമായിട്ട് ഇതാ നമ്മുടെ വേദിയിൽ വരികയാണ്. ശരിക്കും കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് ആദ്യമായിട്ട് പോകുന്നെങ്കിലും ഇവിടെ നമ്മൾ അതേപടി ചൂടോടെ ഒരു സെക്കൻഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. പാട്ടൊക്കെ ഇട്ട് നമുക്ക് ആഘോഷിച്ച് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഡയാന ആൻഡ് മിസ്റ്റർ അമീൻ ആൻഡ് മിസ്സസ് ഡയാന. ഇന്നലെ രാത്രി 10:30 മണിയായപ്പോ നീ എന്തിനാ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ ബാച്ചിലർ അല്ലല്ലോ? ഇട്ടപിടി പാവം കുഞ്ഞ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കും. അത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നേണത്. ഞങ്ങളത് അങ്ങനെ പലപ്പുറത്ത് വിടാൻ ഞങ്ങൾ സമ്മതിക്കുമോ? തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് ഇറങ്ങി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോട്ടെന്ന് വിചാരിച്ചു. പൊക്കിക്കൊണ്ട് വരാൻ നോബി ചേട്ടൻ കഴിഞ്ഞിട്ടേ കേരളത്തിൽ ഇനി എല്ലാരും ഒന്ന് സൈലന്റ് ആവട്ടെ. നമുക്കൊന്ന് അമീന്റെ വയലിൽ നിന്നും കേൾക്കട്ടെ ആ ഒരു ശബ്ദം. ഹലോ ഹായ് അമീൻ, സുഖമാണോ? അമീന്റെ ശരിക്കുള്ള സ്ഥലം എവിടെയാണ്? ഞാൻ മലപ്പുറം എടപ്പാളാണ് എന്റെ സ്ഥലം. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ. ഞാൻ ഞെട്ടി നിൽക്കുക. എന്താണെന്നറിയോ, നിങ്ങളെ പലപ്പോഴും ഷോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കും അമീനിന് വർഷങ്ങളായിട്ട് മുമ്പ് അറിയാം. ഈ ഡയാന എന്റെ അടുത്ത് വന്ന് ആദ്യം പറഞ്ഞെന്താ അറിയോ, എടാ 26 എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ ആയിരിക്കും, കുഴപ്പമില്ല. എന്നിട്ട് ഞാനത് പറഞ്ഞ് മറന്നുപോയി, ഞാൻ വിട്ടു. 26 ഞാൻ വേറൊരു പരിപാടിയൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോ പറയാ എന്റെ ഒരു നിക്കാഹുണ്ട്, ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ ഇങ്ങനെയാണോ നീ കല്യാണം? അല്ല അതങ്ങനെയല്ല, നമ്മള് വേറെ പരിപാടിയുണ്ട്. ആരാ അമീൻ. ഞാൻ ഇതെങ്ങനെ സീക്രട്ട് ആയിട്ട് നിങ്ങൾ വെച്ചു? അതാണ് എനിക്കറിയേണ്ടത്. സീക്രട്ട് അല്ല, ഞാൻ അമീൻ ഇന്നേവരെ ഡയാനയുടെ മുഖത്ത് നോക്കണം. ഞാൻ ഡയാന കല്യാണം പറയുമ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 26-ാം തീയതിയാണ് നിക്കാഹാണ്, അമീനും ഉണ്ടത്. നിങ്ങള് മുസ്ലിംസ് അല്ലേ, എന്തിനു എന്റെ നിക്കാഹിന് മീൻ കൊടുക്കണത്? ഇന്ത്യൻ ഗവൺമെന്റ് പല സീക്രട്ട് ആയിട്ട് പല സാധനം എവിടെ വച്ചിട്ടുണ്ട് തുടങ്ങിയില്ലേ, അതിനേക്കാളും സീക്രട്ട് ആയി പോയി. അല്ല, എന്നോട് ഡയന വന്ന് പറഞ്ഞു, ചേച്ചി എന്റെ നിക്കാഹ് നടക്കാൻ പോവാണ്, അമീനാണ്, ചേച്ചിക്ക് അമീനെ അറിയാം. ആര് അമീനോ? ആക്ച്വലി എന്റെ കല്യാണം ഒരു 4 വർഷം മുമ്പ് തന്നെ ചേച്ചി നോക്കി തുടങ്ങിയതാണ്. ചേച്ചിയാണ് പക്ഷേ ഫീൽഡിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഷോസിൽ വരുമ്പോ ഏറ്റവും കൂടുതൽ അമീൻ നല്ല കുട്ടികളുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു കല്യാണം നടത്തുമ്പോൾ 600 രൂപ കിട്ടും. ഇത്രയും ദിവസം അടുത്തിരുന്നിട്ട് ഒരു പെണ്ണെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും അയക്കണം.
അവിടെ ഇരുന്നിട്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ട് 4 കൊല്ലം അല്ല വേറെ ഉണ്ട് ചേച്ചി ഇപ്പൊ പറഞ്ഞു തുടങ്ങി എന്റേതും ഒരു 4 കൊല്ലം കഴിഞ്ഞ് നടക്കുമായിരിക്കും. അല്ല ഞാൻ ഒരു ചേച്ചി കാര്യം പറയട്ടെ, അമീന്റെ കല്യാണം അവിടെ ആലോചിക്കുമ്പോ ഡയനയുടെ കല്യാണം നമ്മൾ ഇവിടെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ശരിയാട്ടാ. എല്ലാവരും നിമിത്തം പോലെ അങ്ങ് വന്നു ചേർന്നു. അത്രേ ഉള്ളൂ. അല്ല ശരിക്കും ഒന്ന് നിങ്ങളുടെ ലവ് സ്റ്റോറി കേൾക്കട്ടെ. അയ്യോ ഇത് പ്രണയിച്ചായിരുന്നോ? എല്ലാരും വിചാരിക്കും ഇത് ലവ് മാരേജ് ആണ്, ഇത് ഒരു അറേഞ്ച് ഇതാണ് മാരേജ് എല്ലാ ആണ്. love അല്ലല്ല ഞാൻ പറയാം അല്ലല്ല. എല്ലാരും വിചാരിക്കും ഇതൊരു ലവ് മാരേജ്, ഇതൊരു അറേഞ്ച് മാരേജ് അല്ലെന്ന്. ആക്ച്വലി ഏകദേശം 1 വർഷം മുന്നെയാണ് അമീൻ എന്ന വ്യക്തിയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആതിര മാധവ്. അപ്പൊ അമീൻ നായകനായിട്ട് ചേർന്നിരുന്ന സീരിയലിൽ അവള് ജോയിൻ ചെയ്തു. ആൻഡ് ദേ ബിക്കെയിം റിയലി ഗുഡ് ഫ്രണ്ട്സ്. Okay. അപ്പൊ ഇവക്കൊരു ശീലമുണ്ട്, ഇവക്ക് ഇങ്ങനെ നല്ല പയ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവൾ എന്നോട് അതെ 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 ഞാൻ ഓർക്കുന്നു. അതെ എന്നോട് പറയാം ഇങ്ങനെ, അങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടി നിനക്ക് അമീനെ കിട്ടിക്കൂടിയെന്ന്. എനിക്ക് അമീനെ അറിയത്തില്ല. അമീനെ അങ്ങനെ നമ്മള് സെയിം പ്രൊഫഷൻ ഒക്കെ ആണെങ്കിൽ അങ്ങനെ വി ഹാവ് നെവർ കം അക്രോസ്. അപ്പൊ ഇവളിങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞ ജാനുവരിയിൽ വീട്ടിലൊക്കെ ചെന്ന് പറയും, ഉമ്മയെ കാണുമ്പോഴത്തേക്കും പറയുമായിരുന്നു കേട്ടോ. ഒരു 3 മാസം ശേഷം ഞങ്ങളൊരു സെയിം ഷോയിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ അമീനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പൊ അമീനും അറിയാം, ഈ അമീനോടും സെയിം ഡയലോഗ് ചെന്ന് പറയും, ഡയനെ കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിക്കും. അമീൻ വിചാരിക്കും ഏത് ഡയാൻ, അങ്ങനെ വിചാരിച്ചായിരുന്നോ? ഏത് ഡയാനെ അറിയാം, പക്ഷെ പറയാൻ പറ്റൂല. അയാനെ കല്യാണം കഴിച്ചുവിടെ ആതിര അമീനോട് ചോദിച്ചു, അയ്യോ ആ ചേച്ചിനെ ഓക്കെ. അങ്ങനെ ആതിര ഇത് മുൻകൈ എടുത്ത് ആക്ച്വലി എന്റെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ചമ്മലാണ് കേട്ടോ, കാരണം ഇവൾ ഓൾറെഡി ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ഇടയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാരണം എനിക്ക് അമ്മീനെ കാണുമ്പോൾ അയ്യോ എനിക്ക് കല്യാണം ആലോചിച്ച പയ്യൻ, അങ്ങനെ ഒരു ഫീലാണ്. തിരിച്ചും അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങൾ ആക്ച്വലി അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്കും സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഷോയിലാണെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ 2 അറ്റത്തൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ പിന്നീട് ഒരു ദിവസം അമീൻ എന്നോട് ചോദിച്ചു, നമുക്കൊന്ന് ക്യാൻ വി മീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തൊരു റെസ്റ്റോറന്റിൽ വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്തു. അമീൻ വിളിച്ചിട്ടാ പറഞ്ഞത് ക്യാൻ വി മീറ്റ്. അതെനിക്ക് കുറച്ച് ഷോക്കിംഗ്, ബിക്കോസ് അമീൻ ഭയങ്കര ഷൈ ആണ്. അതെ. He will never say this. അത് ഞാൻ പറയാം. അതായത് ആതിര എന്റെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചപ്പോ എന്റെ ഉമ്മച്ചിയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഓക്കെ അവർക്ക് കുഴപ്പമില്ല, ഡാനനെ ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്, സോ ഷീസ് ഓക്കെ, ഉമ്മച്ചി ഓക്കെ ആണ്. അപ്പൊ ഉമ്മച്ചി ഇങ്ങനെ പറഞ്ഞു നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ എന്നൊരു സാധനം പറയുകയും അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ അറിയണമല്ലോ. അപ്പൊ ഒരുപാട് ഞങ്ങൾ ആക്ച്വലി രണ്ട് ദിക്കില്ല. ഇവൾക്ക് ചൂട് പറ്റില്ല, എനിക്ക് അല്ല ഇവൾക്ക് തണുപ്പ് പറ്റില്ല, എനിക്ക് എല്ലാം ഓർത്തിരിക്കണം. അതുപോലെ ഞാൻ മീൻ കഴിക്കില്ല, ഇവൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കോൺട്രാസ്റ്റ് രണ്ട് തലത്തിലാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ അതിലൂടെ ഇങ്ങനെ പോയി പതുക്കെ പരിചയപ്പെട്ട് അവസാനം ഇങ്ങനെ ഒരു നിക്കാഹ്. ഒറ്റ കാര്യമുള്ളൂ, ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്ന് പറയുന്നല്ലോ. 2 ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എല്ലാം ഉള്ള ആൾക്കാരുടെ ജീവിതം ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവർ പൊളിയായിരിക്കും. അണ്ണാ എനിക്ക് നോബിയോടാ പറയാനുള്ളത്, പറഞ്ഞോ. ആതിരയെ കണ്ട് പഠിക്കണം. ഓരോ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും ഓരോ കാണാക്കൊന്നുള്ള പയ്യവരെ കാണുമ്പോഴും അവന് ആലോചിച്ചു എത്ര ലൊക്കേഷൻ എവിടെയൊക്കെ അതിൽ നീ എന്നെ അങ്ങനെ കുറ്റം പറയരുത്. ഞാൻ എത്ര പെമ്പിള്ളാരെ കാണുമ്പോ ഞാൻ പറയും, മോളെ പിന്നെ നമ്മുടെ കുട്ടിയെങ്കിലും അറിയാം, എന്റെ നമ്പറാ ചേട്ടന്റെ ഉണ്ട്. എങ്ങനെ ആലോചിക്കും? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ സമയത്ത് വന്നത് തന്നെ ഞങ്ങൾക്കൊരു ഭാഗ്യമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ആദ്യരാത്രി കാര്യങ്ങൾ, ഇന്നലത്തെ ചായ. ആദ്യരാത്രി ഇപ്പം പറ്റില്ല, അതിന് മുഹൂർത്തം ഉണ്ടോ? അതിന് അതായത് ഞങ്ങളുടെ നിക്കാഹ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെ, നിക്കാഹ് മാത്രമേ നിക്കാഹാണ് ഇപ്പൊ കഴിഞ്ഞേക്കുന്നത്. അപ്പൊ ഒഫീഷ്യലി ഈ ഒരു മൊത്തം പ്രോസസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ സെപ്റ്റംബറിൽ ഇവർ കല്യാണം കൂടി കഴിയണം. അപ്പൊ സെപ്റ്റംബർ വരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറി തിരിച്ചു അത് നമുക്ക് ചടങ്ങുകൾ എന്തെങ്കിലും ഞാനും കയറാം, ഞാനും ബാച്ചിലർ ആണല്ലോ. അതെ ചടങ്ങിലേക്ക് കയറുന്നാലോ? നമ്മക്കും തുടങ്ങണ്ട. നിങ്ങളെ കുടുംബം നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മളെ കുടുംബ സംഗമം മധുരം 18. ഷുഗർ പേഷ്യൻസ് ഷുഗർ പേഷ്യന്റിന്റെ ഗ്രൂപ്പ്. നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. അപ്പം എല്ലാ തവണയും പോലെ നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ കുടുംബത്തിലേക്ക് വന്ന അമീന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മുതിർന്ന 2 ആൾക്കാരായിരിക്കും ആ ചടങ്ങിലേക്ക് നേതൃത്വം നൽകുന്നത്. ശ്വേതാജി, നോബി ചേട്ടാ വായോ. മധുര നിമിഷങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ, ഇതിലും അടിപൊളിയാവട്ടെ. വർക്കുകളാണെങ്കിലും ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ. സോ കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്. മറ്റേ കോമഡി അടിക്കല്ലേ, ഇങ്ങനെ ആക്കണ കോമഡി അടിക്കല്ലേ, നമ്മൾ നേരത്തെ അടിച്ചിട്ടുണ്ട്. എന്റെ കല്യാണത്തിന് അടിച്ചിട്ടുണ്ട്, ഇനി അഖിലേട്ടന്റെ കല്യാണത്തിന് അടിക്കാം.
പ്രിയ സുഹൃത്തുക്കളെ, അഖിൽ നേതൃത്വം വെച്ചിരിക്കാറ് മധുരം കൊടുക്കാൻ. അത് വേണോ? ദാ വരുന്നുണ്ട്. ഇവിടെ താങ്ക്സ് അല്ലയാ. ബ്ലെസ്സിങ്സ് വേണമായിരുന്നു. എന്നാ രണ്ട് അനുഗ്രഹം. അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. കാരണം സെപ്റ്റംബറിൽ ഇനി ഉണ്ടല്ലോ. ഓക്കെ. ഇതാ, എടാ ഇന്ന് ഷുഗർ കൂടും. ജിലേബിയോട് നിറഞ്ഞു. പിന്നെ ഇത് ആരപ്പം നിന്റെ കയ്യിലിടാനായി എന്റെ ജിലേബി. അങ്ങനെ മധുരം നമ്മൾ കൊടുത്ത് ചടങ്ങ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വെൽക്കം ഹോം. ഇനി ഇവിടുത്തെ ആചാരം എന്ന് പറയുന്നത് നിങ്ങളുടെ വക ഒരു പെർഫോമൻസ്. അത് കണ്ട് ഞങ്ങൾ വാവ് ഫാക്ടർ ആവണം. ഡയന ഓക്കെ ആണോ? നാണമാണ്. ഒരു മിനിറ്റ്, ഇത്ര വർഷമായിട്ട് കൂടെയുള്ള ഞാൻ ഇതുവരെ ഇവളുടെ നാണുമാനം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കത്തില്ല. ശരി, എങ്കിൽ നമുക്ക് ഇവിടെ പെർഫോമൻസിലേക്ക് കടക്കാം. ദൂരെ ദൂരെ വിണ്ണിലെ മണിത്താരകം താഴെ വന്നോ, മെല്ലെ മെല്ലെ നെഞ്ചിലെ മയച്ചാമരം വീശി പാടും കുളിരായി വന്നതാരു ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ, അറിയാതൊരോ നദി തിരയുന്നു തന്നിൽ നാം, കാണാതിരുന്ന നേരമാകി തന്നെയായി നാം, മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ. ഇനി ഒരുമിച്ച് കൈ പിടിച്ചോടെ എല്ലാരും ഒരുമിച്ച്. അതെ, ഓഡിയോ ഓഡിയോ ആ ഓണവില്ലിൽ തപ്പുരു വീട്ടു. ഓണവില്ലിൽ തപ്പുരു വീടാണ് ഈ വീട്. ഒന്നിടോ, അപ്പോഴത്തേക്ക് നാട് വിട്ടുപോയ ദിലീപായിട്ട് തിരിച്ചു വരാം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ചാനലിന്റെ മുന്നിൽ ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ പറയാനായിട്ടല്ലേ, ഞങ്ങളുടെ ഒരു ലൈഫ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഇത് മറക്കില്ല. അത് ഭയങ്കര സ്പെഷ്യലാണ് അല്ലേ. അപ്പോഴേ ഈ ഒരു സന്തോഷം നമുക്ക് നമ്മുടെ പരിപാടി ഒന്ന് ആരംഭിക്കാം. അതായത് ഇതുവരെയും കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോ ടിവിയിലൂടെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. നമുക്ക് ഇനി ലൈവ് ആയിട്ട് ഇവിടുത്തെ സ്കിറ്റും കാര്യങ്ങളും കണ്ടാലോ? ഓക്കെ, എങ്കിൽ നമുക്ക് ഇത് അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ സ്കിറ്റ് ആരംഭിക്കാം. ഓക്കേ. പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ഹലോ 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 ഹലോ. കേൾക്കുന്നില്ലേ? ഹലോ 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 ഹലോ. ഇവിടെ ഹലോ പറയുന്നില്ല. ഇവിടെ ഹലോ പറയുന്നില്ലേ? ഒരു ഹലോ മതിയെന്ന്. ചേട്ടൻ കുറെ നേരം വല്ല മൈക്കി പിടിച്ചോണ്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കുറച്ച് നീങ്ങിയിരുന്നു. നീ പുറത്തോട്ടേക്ക് പോയി പറഞ്ഞേ. പിന്നെ ഹലോ 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 ആ പിന്നെ ഹല നമസ്കാരം. എന്റെ ഒരേ ഒരു മകൾ, എന്റെ മകളുടെ ഹൽദി കല്യാണമാണ്. ഭയങ്കര സെറ്റപ്പ് കല്യാണമാണ്. അപ്പോ പരിപാടി ഗംഭീരമാക്കണം. ആക്കു ആക്കു ആക്കു. ജനങ്ങളൊക്കെ വന്നു തുടങ്ങി. വരട്ടെ. ഫുഡ് വിളമ്പി തുടങ്ങി. കഴിച്ച ഫുഡ് ഞങ്ങൾക്ക് പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് മതി. പരിപാടി കഴിഞ്ഞിട്ട് ഫുഡ് ഉള്ളൂ. അല്ല, നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ കാര്യം ഉണ്ടായിരുന്നല്ലോ, ഒരു ചുണ്ണാമ്പില് വീണ പുള്ളി. ചുണ്ണാമ്പില ആ പുള്ളിനാണ് ഞാൻ പരിപാടി ഏൽപ്പിച്ചത്. രാജേട്ടൻ വന്നിട്ടുണ്ട്. അയ്യോ. വാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആയിക്കോട്ടെ, വന്നാട്ടെ. എന്താ പഴംപൊരിയാണോ ഇത്? ഇന്ന് ഹൽദി കല്യാണല്ലോ, ഫുള്ളൊരു മഞ്ഞമയം. ആയിക്കോട്ടെ, സംഭവിച്ചു. പക്ഷെ എനിക്ക് ഒരു നീരസമുണ്ട്. നീർദോഷം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. നീർദോഷമല്ല, ഒരു നീരസമുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം പെട്ടെന്ന് ഞങ്ങളെ അറേഞ്ച് ചെയ്ത് ഇന്ന് ഞങ്ങൾക്ക് ഡേറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ഇവിടെ വരാൻ പറ്റി. ഒരു മണിക്കൂറിന് മുന്നേക്കാണ്. അല്ല, നിങ്ങളുടെ ഗാനമേടല ആവശ്യമില്ലായിരുന്നു ശരിക്കും. പിന്നെന്തിനാണ് ഞങ്ങളെ വിളിച്ചത്? വേറൊന്നുമില്ല, ഫുഡ് വെച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് അല്പം മോശമായി പോയി. അതിന് അപ്പൊ ഫുഡിലേക്ക് ശ്രദ്ധ പോകരുത്. അതുകൊണ്ടാണ് നിങ്ങൾ മാട്ടഗാനങ്ങൾ ബുക്ക് ചെയ്തത്. ഫുഡിലേക്ക് ശ്രദ്ധ പോകരുത്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും, പാടിക്കൊണ്ടേയിരിക്കണം. പാടണം. ഫുഡ് മോശമാണല്ലോ, നിങ്ങളുടെ പാട്ട്
മനസ്സിലായല്ലോ മടി ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കട്ടെ നിങ്ങൾ തകർക്കണേ. ഡ്രസ് കോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ എല്ലാം മഞ്ഞാണ്, എല്ലാം മഞ്ഞ. ഇന്ന് ഭക്ഷണം മോശമായതുകൊണ്ടാണ് നമ്മുടെ ഗാനമേള ബുക്ക് ചെയ്തെന്ന്. അതിനകത്തൊരു അപകടം കിടപ്പുണ്ടല്ലോ. എന്താ? പലയിടത്തും ഭക്ഷണം നല്ലതായതുകൊണ്ടാണ് നമ്മുടെ ഗാനമേള ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇന്ന് രണ്ടും ചെയ്യുന്ന ലക്ഷണമാണ്. ഭക്ഷണവും ചെയ്യും, ഗാനമേളയും ചെയ്യും. ഞാൻ താമസിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രസ് കോഡ് കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് അറിയാമല്ലോ. ആയിക്കോട്ടെ, വെള്ളം ഉണ്ടല്ലോ, പിന്നെന്താ ഇത്ര താമസിച്ചത് ഞാൻ ചോദിച്ചു. ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചെറുക്കൻ എന്റെ വൈറ്റ് ഷൂ എടുത്തോണ്ട് അങ്ങ് പോയി. പിന്നെ ഇട്ടിട്ടുണ്ടല്ലോ ബ്ലാക്ക് ഷൂ ആണ്. ഞാൻ അതിനകത്ത് വെള്ള പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കാണ്. ആ മാവിന്റെ ഒട്ടിയിരുന്ന് ഒട്ടിക്കുന്ന സമയം എടുത്തു. അതാണ് ഞാൻ വരാൻ താമസിച്ചത്. അതാണ് താമസം. പിന്നെ ഭയങ്കര കോമഡിയെ ആ പെണ്ണിന്റെ അച്ഛൻ പറയുവാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രൊഫഷണൽ ഗായകനുണ്ടല്ലോ. അതിനകത്ത് ചിരിക്കാൻ എന്താ ഇത്ര ഉള്ള? പ്രൊഫഷണൽ ഗായകൻ എന്താ സംശയം? ഞാനാണ് പ്രൊഫഷണൽ ഗായകൻ. ഏത് പ്രൊഫഷണൽ ഗായകനാണ്? എന്റെ ആദ്യത്തെ ട്രൂപ്പിന്റെ പേരെന്താണ്? സ്വരലയ സിംഗേഴ്സ് ആണോ? അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പൊ ഞാൻ പേര് മാറ്റി പ്രൊഫഷണൽ സിംഗേഴ്സ് എന്നാക്കി. പ്രൊഫഷണൽ സിംഗേഴ്സിൽ പാടുന്ന ഞാൻ പ്രൊഫഷണൽ ഗായകനല്ലേ? ഉണ്ണി പ്രൊഫഷണൽ ഗായകനല്ലേ? ഞാനാ? നീ പ്രൊഫഷണൽ സിംഗറി. ഇത് പ്രൊഫഷണൽ സിംഗറാണ്. പിന്നെ എല്ലാരോടും അങ്ങനെ പറയാം. എല്ലാരും ധൈര്യമായിട്ട് പറഞ്ഞോ, നിങ്ങൾ പ്രൊഫഷണൽ സിംഗേഴ്സ് ആണ്. അതെ, എന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോഴേ ഇനി മുതൽ ഉണ്ണി എന്ന് പറയരുത്. ഉണ്ണി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു ഗുമ്മില്ല. അതായത് അണ്ണൈ അമ്പുരാജ്. നിനക്ക് ഇഷ്ടമുള്ള പേര് എന്ത് വേണേലും എടുത്തിട്ട് അണ്ണൈ അമ്പുരാജ്. ആര് ചോദിക്കാനാണോ? ഒരു പ്രശ്നമില്ല. ചുക്കുവെള്ളം കുടിക്കട്ടെ. അത് ചുക്കുവെള്ളം കൊണ്ടുവന്നേക്കുന്നു. ഇവിടെ ഒരു ചുക്കും കിട്ടുന്നില്ലെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചുക്കുവെള്ളം കുടിക്കുന്നത്. അതെ, വേറെ കാര്യം. നമ്മൾ രണ്ടുപേരും കൂടെ ഏത് പാട്ടാ പാടുന്നത്? ഞാനേ നമ്മൾ ഏത് പാട്ടാ പാടുന്നത്? നിങ്ങൾ പാട്ട് ഇതുവരെ തീരുമാനിച്ചില്ലേ? അല്ല, പിന്നെ ഇത് വല്ലതും നടക്കോ? ഞാൻ ഫോണിലുണ്ടല്ലോ ആ പാട്ട്. അതൊക്കെ ഉണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എത്രയോ പടത്തിൽ പാടിയിട്ടുള്ള ഒരാളാണ്. ആ ആളിനോട് ഇങ്ങനെയാണോ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത്? ഏത് പടത്തില്? നിങ്ങൾക്ക് അറിയത്തില്ല? അപ്പൊ ഇല്ല. ഇതുണ്ടോ, ഇതെല്ലാം ഞാൻ പാടിയ പടങ്ങളാണ്. ഇതൊക്കെ ഫോട്ടോസ് അല്ലേ? അതെ, ഞാൻ പാടിയ പടങ്ങളാണ്, പാടിക്കൊണ്ട് നിൽക്കുന്ന പടങ്ങളാണ്. ഇനി ഇന്നത്തെ പടങ്ങളും ഇതിനകത്ത് കയറാനുണ്ട്. അപ്പൊ എത്ര പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഒരു നിസ്സാര ഗായകനല്ല ഞാൻ. കണ്ടോ, ഇതെല്ലാം ഞാൻ പടങ്ങൾ പാടിയ പടങ്ങളുടെ ആൽബമാണ്. എനിക്ക് ഈ പാട്ടിൽ കുറച്ച് വരികളിൽ ഒരു കുഞ്ഞു ഡൗട്ട് ഉണ്ട്. ഹലോ കോവേ റാണി, ഞാൻ ഒരു കാര്യം പറയട്ടെ. കോവേ റാണി അല്ല, എന്റെ പേര് മാറ്റണ്ടേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ ഗാനമേളയ്ക്ക് നീ നോക്കി പാടിയാ മതി. ഞാൻ നോക്കി പാടത്തില്ല. ഞാൻ എപ്പ തെറ്റിച്ച്? നീ ആദ്യം പാടുന്ന പാട്ട് ഏതാണ് സാധാരണ? മറ്റേ പിന്നെ ഓർമ്മയിലൊരു ശിശിരം. ഓർമ്മയിലൊരു ശിശിരം. ഇപ്പൊ കറക്റ്റ് ആണ്. ഇപ്പോൾ പാടുമ്പോ എങ്ങനെയാണെന്നറിയോ? ഓർമ്മയിലൊരു സുഷിരം എന്നാണ് നീ പാടി. നിങ്ങളും അത്ര മോശമൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ സ്റ്റേയിൽ എന്താ പാടിയത്? ഞാൻ എന്താ പാടി? കുട്ടനാടൻ പൂജയിലെ കൊച്ചു പെണ്ണെ കുഴിയാളെ പുട്ടു വേണം, പഴം വേണം, പയറും വേണം. അങ്ങനെ നീ പാടിയത്? എന്റെ ചുക്ക് പോയി. ഞാൻ അങ്ങനെ പാടിയാൽ എന്താണ് തെറ്റ്? ആ പരിപാടി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് പുട്ടും പഴവും പയറും കിട്ടിയായിരുന്നോ? അത് കിട്ടി. അത് ഞാൻ അങ്ങനെ പാടിയതുകൊണ്ടാ കിട്ടിയത്. അങ്ങനെ പാടണത് പാടിക്കൊണ്ടിരുന്നപ്പോ ആ ബോക്സിന്റെ സൈഡിൽ നിന്നിട്ട് കമന്റുകാര് കഴിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ ഞാൻ അറിയാതെ പുട്ടു വേണം, പഴം വേണം, പയറും വേണം. ഞാനൊരു കാര്യം പറയട്ടെ. ഇനി തൊട്ട് നമുക്ക് ഈ കരൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഓർക്കസ്ട്ര ആക്കിയാല. ഞാൻ ട്രാക്ക് ഇട്ട് പാടും. ട്രാക്കാണ് സേഫ്. ട്രാക്കിനേക്കാൾ നല്ലത് ലൈവ് ആണെന്ന്. ഓർക്കസ്ട്ര ആകുമ്പോൾ ഒരു സുഖമുണ്ട്. എന്റെ ഉണ്ണി, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഗാനമേള അഥവാ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഓർക്കസ്ട്ര ഗാനമേളയാണ്. ഇതെല്ലാം വാരി വലിച്ചോണ്ട് വേണം ഓടാൻ. ഗിറ്റാർ എടുത്തോണ്ട് ഓടുവാന്ന് വിചാരിക്കുക. ഈ കേബിളിൽ പിടിച്ച് വലിച്ചാൽ അവൻ ഇവിടെ തന്നെ വരും തിരിച്ച്. നേരെ മറിച്ച് ട്രാക്ക് ഗാനമേളയാണെങ്കിൽ ഞാൻ പാടുന്നു, പരിപാടി പൊളിയുന്നു, ഞാൻ ഓടുന്ന ട്രാക്കിൽ നിങ്ങളും അങ്ങ് വന്നാ മതി. രക്ഷപ്പെട്ടില്ലേ? അപകടം വിളിച്ചു വരുത്താതെ. ഇപ്പൊ 2-3 പരിപാടികളായിട്ട് നമ്മുടെ പരിപാടിനെ പറ്റി അത്ര നല്ല അഭിപ്രായം ഇല്ല കേട്ടാ. എവിടെ അഭിപ്രായം ഉള്ളത്? അത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. അതല്ല, എല്ലാരും പറയുന്നത് എന്താണെന്നറിയോ? ഈ തുടക്കത്തിലുള്ള അനൗൺസ്മെന്റ്, ആ അനൗൺസ്മെന്റ് ചെയ്യുന്നത് ആരാണ് അവരെ അങ്ങ് മാറ്റണമെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ഈ തയ്യാറായിക്കൊണ്ട് വന്ന അനൗൺസ്മെന്റ് ഒക്കെ കൊണ്ടുവന്നോ? പിന്നെ ഇന്നത്തെ ഗാനമേളയ്ക്ക് ഞാൻ ഒരുപാട് അനൗൺസ്മെന്റ് ഞാൻ തയ്യാറായിക്കൊണ്ട് വന്നില്ല. നമ്മുടെ ലിസ്റ്റ് ഏതൊക്കെയാണോ? ഫസ്റ്റ് പാടുന്നത് രാജേട്ടനല്ലേ? മധുരം ജീവാ മധുരം ജീവാമൃതം. അതിന്റെ അനൗൺസ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രിയ അടുത്ത ഗാനം ആരംഭിക്കുകയാണ്. ചെങ്കോല നേതൃത്വത്തിലെ മധുരം ജീവാമൃതം എന്ന ഷുഗർ കണ്ടന്റ് ഗാനവും ആലപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ പാട്ടിന് വേണ്ട കേട്ടോ. എന്താ നിന്റെ പാട്ട്? എന്റെ പാട്ട് പിന്നെ കറുത്ത പെണ്ണെ നിന്നെ കാണാൻ തരാം. അതിന് ഞാൻ വെറൈറ്റി എഴുതിയിട്ടുണ്ടല്ലോ. തേന്മാൻ കുമ്പത്ത് നിന്ന് പ്രിയദർശൻ ചിത്രത്തിൽ നിന്നും കറുത്ത പെണ്ണെ എന്ന് തുടങ്ങുന്ന
ബോഡി ഷേമിംഗ് ഗാനവുമായി അതെ ഞാൻ പാടുന്ന പാട്ടിന് അനൗൺസ്മെന്റ് വേണ്ട. നീ ഏത് പാട്ടാ പാടുന്നേ? എന്നെ തള്ളേണ്ട മാമ ഞാൻ നന്നാവൂല. അതിന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലെ എന്നെ തല്ലണ്ട മാമ ഞാൻ നന്നാവൂല എന്ന മെനകൃതി വിളച്ചിൽ ഗാനവുമായി അന്നൈ അമ്പുരാജ്. ഇങ്ങ വന്നേ. പിന്നെ നമ്മുടെ കല്യാണം മഞ്ഞ മയമാണല്ലോ, അപ്പൊ അത് വെച്ചൊരു പാട്ട് കീച്ചണം. ഹൽദി പാട്ടോ? ഹൽദി ഹൽദി. അപ്പം അതിന് വേണ്ടി ഏകദേശം വരുന്ന ഒരു പാട്ട് വരെ ഇതൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. എന്നാലും എനിക്ക് അതൊരു വിഷയമല്ല. എപ്പോ ആവശ്യപ്പെട്ടാലും ഞാനത് പാടും. രാജൻചേട്ടൻ പാടും. ഓക്കെ, റെഡി, പിടിച്ചോളൂ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഇല്ല, മഞ്ഞ എവിടെ? മഞ്ഞ ഇല്ലേ? ഇല്ല. തുടക്കം തന്നെ മഞ്ഞയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഏത്? മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, അതിൽ മഞ്ഞില്ല. വരും, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, ഇല്ലല്ലോ, യെല്ലോ 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 മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. അതിലെല്ലോ ഇല്ലല്ലോ. ആ ഈച്ച മഞ്ഞയാണ്. ചകോരി. ഇങ്ങനെ പുഴുങ്ങിയ രക്ഷകർത്താക്കളുണ്ടോ? നീ ഒന്ന് അടങ്ങണ, ഞാൻ പറയാ. പിന്നെ ഞാൻ പറഞ്ഞോളാം. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് പിന്നെയും വരുവാണ്. എന്താണ്? എന്റെ മോനാണ്, അവൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ അവന് ഈ വേടന്റെ പാട്ട് പാടണമെന്നൊരു ആഗ്രഹം അവന്റെ കൂട്ടുകാർക്ക്. അതൊക്കെ ഇപ്പോഴും ട്രെൻഡാണോ ഇവിടെ? പിന്നെ അതല്ല ഇപ്പൊ ട്രെൻഡ് ആണല്ലേ? പിന്നെ വേടന്റെ പാട്ടാണ് ട്രെൻഡ്. ഓക്കെ, മോന്റെ ഇഷ്ടപ്രകാരം അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യാം, ഞാനത് ചെയ്തിരിക്കും. എന്താ പേര്? സ്ക്രിപ്റ്റിലില്ലായിരുന്നില്ലേ? നീ പേടിക്കണ്ട, വേടന്റെ പാട്ട് പാടിയിരിക്കും. മോന് വേണ്ടിയുള്ളതാണ്. വേടൻ വരുന്നേ, കാടൻ വരുന്നേ, കൂടൊരു മാടനുണ്ടേ, കൂട്ടരും കൂടെയുണ്ടേ. വേടൻ വരുന്നേ, കാടൻ വരുന്നേ, കൂടൊരു മാടനുണ്ടേ, കൂട്ടരും കൂടെയുണ്ടേ. ഈ വേടനല്ല, ഇതും വേടനാണ്. അല്ല, പോപ്പ് സിംഗർ വേടൻ. അപ്പുള്ളിയുടെ പാട്ടാണ്. അത് തെളിച്ച് പറയണ്ട സാർ. സാർ ഇങ്ങനെ വേഷഭൂഷാദികളായിട്ട് നടന്നിട്ട് കാര്യമല്ല, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം കേട്ടാ. ഈ മാല എടുത്ത് അകത്തിട, അല്ലെങ്കിൽ പൊങ്ങച്ചക്കാരനാന്ന് പറയും. ഓക്കെ ഓക്കെ, അത് നേരത്തെ പറയണ്ടായിരുന്നു. മലമേട്ടിൽ കുടിയിരിക്കും തേവരേ, എല്ലാം പൊയ്യണല്ലോ തേവരേ. മലമേട്ടിൽ കുടിയിരിക്കും തേവരേ, നിന്റെ തിണയെല്ലാം കാത്തിടണേ തേവരേ. അതായത് ഒരു വേടൻ തന്റെ കൃഷി സ്ഥലത്ത് പന്നികൾ ഇറങ്ങിയപ്പോൾ അതേ ഭഗവാനെ വിളിച്ച് പാടിയ പാട്ടാണ്. ഇതിലും ഭേദം ആ പഴയ ഭക്ഷണം തന്നെ കൊടുക്കലായിരുന്നു. ദൈവമേ, എന്തെങ്കിലും കാണിക്കും. ഇതല്ല വേടന്റെ പാട്ട്. മോനെ, ഞാൻ നേരിട്ട് നിന്നെ കാണിക്കാം. മോനെ, ഏത് പാട്ടിന്റെ കാര്യമാണ് പറട്ടെ? സാർ ഉദ്ദേശിക്കുന്ന പാട്ട് മറ്റേ ആവേശത്തിലാണോ അതോ മഞ്ഞുമേൽ ബോയ്സിലെ? മഞ്ഞുമേൽ ബോയ്സിലെ പാട്ടാ അത് പാടിപ്പോയി. പ്രിയ ശ്രോതാക്കളെ, ഇതുവരെയുള്ള ഗാനങ്ങൾക്ക് പ്രോത്സാഹത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് മഞ്ഞുമൽ ബോയ്സില് മന്ത്രതന്ത്ര കുന്ത്രതന്ത്രം ഒന്നും അറിയില്ല എന്ന് കൂടോത്തര ഗാനത്തിന് ശബ്ദം നൽകുന്നു അന്നൈ അച്ഛനൻ. നീയാണ് പാടുന്നത്? പിന്നെ എനിക്കിതെങ്ങനെ അറിയാമോ? ആണുങ്ങൾ പാടുന്ന പാട്ട് പെണ്ണുങ്ങൾക്കും പാടാം. നോക്കി പാടാന്നു. നോക്കി പാടാൻ അറിയാമായിരുന്നെങ്കിൽ എന്നെ പാടി. കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കല്ല് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കല്ല് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കല്ല് കള്ളമൊന്നും പറയില്ലടാ. ബാക്കിയൊന്നും എനിക്ക് അറിയില്ല, ബാക്കിയൊന്നും എനിക്ക് അറിയില്ലടാ. അടിക്കോ.
വരി മറന്നു പോകുമ്പം ഓഡിയൻസിന്റെ അടുക്കലോട്ട് മൈക്ക് നിർത്തുന്ന ആ പരിപാടി നിർത്തണം. ഇങ്ങനെ പറഞ്ഞു. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സിനിമാ നടൻ ഗസ്റ്റ് വന്നിട്ടുണ്ട്. സിനിമാ നടൻ നോബി. നാഭിയോ? ഏത് നാഭി? നാഭിയല്ല, നോബി. നോബി ഒരുപാട് മാംസമുള്ള ഒരു പ്രശ്നമല്ലേ? നോബിക്ക് വേണ്ടി പാട്ട് വേണം. നോബിക്ക് പാടണോ? ഇതാരും വന്നായിരുന്നു. പാടണോന്ന് പറഞ്ഞായിരുന്നോ? ആ ഒരു പാട്ട് വേണം. പാടിക്കോ ഞങ്ങൾ രക്ഷപ്പെട്ടു. നമുക്ക് റെസ്റ്റ് എടുക്കാം. രാജൻ ചേട്ടൻ പാടണം. ഏത് പാട്ടാണാവോ? ചേട്ടന് എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കലാണ് കൂടുതലായിട്ട് താല്പര്യം. ലാലേട്ടന്റെ രാമകഥ എന്ന പാട്ടില്ലേ? രാമകഥ, ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് പാട് ഞങ്ങൾക്കും ഇഷ്ടമാണ്. പാടത് ഞാനല്ല, രാജൻ ചേട്ടൻ പാടണം. അത് ഭയങ്കര. ഞാൻ പാടണോ? കേക്കണം. പ്രിയ സോസ്, ഇതുവരെയുള്ള പ്രോത്സാഹനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത കാലത്തിലേക്ക് കടക്കാണ്. നോബി എന്ന വിശ്വവിഖ്യാത സിനിമ നടൻ ആവശ്യപ്പെട്ട ഭരതം എന്ന ചിത്രത്തിലെ രാമകഥ എന്ന് തുടങ്ങുന്ന ഗാനം റെക്കോർഡിംഗ് വേളയിൽ പാടിക്കഴിഞ്ഞ കണ്ണും തലം കറയിരുന്ന യേശുദാസ് ഇത് ആ ഗാനത്തിന് വളരെ ഈസിയായി ശബ്ദം നൽകുന്നു. രാജൻ. രാമകഥ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സാഗേതം പാടുകയായി ഹേ രാമാ. ഇന്ദ്രധനുസുകൾ മീട്ടി ദേവകളാദി നാമ ഗംഗയാടി. നോബി ഗാനം ആവശ്യപ്പെടുന്നത് സത്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. ഇത് കൈതപ്പുറം രവീന്ദ്രൻ മാഷിന്റെ ഒരു മനോഹരമായ കോമ്പോസിഷനാണ്. അദ്ദേഹത്തിന്റെ ആ സംഗീത ബോധത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് എത്ര സംഗീത അപാരമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ മനോഹര ഗാനം അദ്ദേഹം സെലക്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ മനസ്സ്, സംഗീതത്തിലുള്ള അഭിനിവേശം, അതാണ് ഈ ഗാനത്തിൽ ഞാൻ അദ്ദേഹത്തിന് കാണുന്ന ഒരു പ്രത്യേകത. ഒരുപാട് കാര്യങ്ങൾ ഈ ഗാനത്തിന് നമുക്ക് നൊസ്റ്റാൾജിയായി തരുന്നുണ്ട്. രാമാ ഒരു ആംബുലൻസ് വിളിക്കുന്നു പെട്ടെന്ന്. വേണ്ട, സ്റ്റേജിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു രാജൻ ചേട്ടൻ ആഗ്രഹം. അതിങ്ങനെ അങ്ങ് നടക്കട്ടെ. ആംബുലൻസ് വിളിക്കടാ പറയുമ്പോ അങ്ങനെ പലതും പറയും. പോയി ആംബുലൻസ് വിളിച്ചോണ്ട് പോടാ. അളിയാ, അളിയാ, എവിടെ പോയി കിടക്കുന്നു? ഒരു വാഴത്തോട്ടമുണ്ട്, കൃഷി ഉണ്ടെന്ന് പറഞ്ഞ അളിയൻ ഒരു ഉച്ചാരത്തും ഇല്ല. 24 മണിക്കൂറും കൃഷിയാ. അളിയനൊന്ന് സഹായിക്കാം. അളിയ, ഞാൻ അളിയനെ സഹായിച്ചല്ലേ അളിയാ? ഇങ്ങനെയാണോ സഹായിക്കുന്നത്? എന്ത് കാര്യം? ഇത്രയും കൃഷി കൂടെ കിടക്കല്ലേ? ആന വരും അളിയാ. ഇവിടെ എവിടെ അളിയ ആന? ഞാനിത് കൊട്ടുന്നോണ്ടാണ് ആന വരാത്തത്. തീരെ കുറവില്ലല്ലേ? അറിയില്ല ഈ വാഴയ്ക്കും കൂടെ പ്രൈവസി കൊടുക്കാത്ത രീതിയിൽ. വാഴയ്ക്ക് പ്രൈവസിയാ? എടാ, ഈ പറമ്പിന്റെ 2 ദിക്കിൽ നിന്ന വാഴയാണ്, ഒരു കായ്ഫലവും ഇല്ല. അങ്ങനെ ഈ വാഴ രണ്ടിനെ ഞാൻ അടുത്തടുത്ത് കൊണ്ടുവച്ച് ഇനിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ച് ഒരു വലിയ വാഴക്കൊല കിട്ടിയാലോ? ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ഓയാലൊരു റൂം ബുക്ക് ചെയ്തോട്. അടുപ്പിക്കാൻ കൊള്ളത്തില്ല. ഇന്നലെ ആ ഡയനയുടെ കല്യാണത്തിന് പോയി അടി ഉണ്ടാക്കിയില്ല. അവരെന്നെ വിളമ്പാൻ വിളിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ വിളമ്പാൻ വിളിച്ച് അവിടെ ഏതായാലും കിളവനളിയാ വിളിക്കാതെ വന്ന് കയറിയത്. ഫാമിലിയുള്ള ആയിരിക്കില്ല. ആയിരിക്കില്ല. അയാൾക്ക് പ്ലേറ്റ് ചോറ് കൊടുത്തേ ഇറങ്ങൂല, വാഴയിലെ തന്നെ കൊടുക്കണമെന്ന്. വാഴയില ഞാൻ ഇവിടെ കൊടുത്തു വിട്ടായിരുന്നല്ലോ. ഈ വാഴയിലെ അറ്റത്ത് ഇത്തിരി കാക്കക്കാഷ്ട വരുന്നു, അതാണ് പ്രശ്നം. നീയല്ലേടാ അത് വിളമ്പിയത്? അത് തൂത്ത് തുടച്ച് കൊടുക്കണ്ടായിരുന്ന. ഇല തൂത്ത് തുടച്ച് കൊടുക്കുന്നതെന്നോ അല്ല വിഷയമൊന്ന്. പിന്നെ ആ ഇലയുടെ അറ്റത്തിരുന്ന കറി അവൻ ഒന്നുകൂടെ വേണം. ആ കാക്കക്കാഷ്ടത്തിരിക്കും. ഞാൻ എവിടെ പോയി പിടിക്കാനല്ലേ ആ കാക്കെ? ഇവിടെ ചെന്നാലും വഴക്ക് തന്നെ, ബഹളം തന്നെ. നിന്നെ കാരണം സഹിക്കാൻ വയ്യ. എന്തോന്ന്
എന്റെ വാഴത്തോട്ടത്തെ ചവറ് കൊണ്ടിട്ട് നിന്ന് അടിയരും ഞാൻ. ചവറൊന്നും ഇല്ലല്ല. എന്തോന്ന് ഇത് എന്റെ കുടുക്ക പൊട്ടിച്ചിട്ടേ അളിയന്റെ മക്കൾക്ക് ചിക്കൻ മേടിച്ചിട്ട്. ഈ ചിക്കൻ മക്ക കൊടുക്കരുത്. എടാ ഇപ്പോഴത്തെ ചിക്കനൊക്കെ വിഷമടിച്ച് വരുന്നതാണ്, അത് കഴിച്ചുകൂടാ. ആര് പറഞ്ഞു? ഇത് ഫ്രഷ് ചിക്കൻ. അത്രയ്ക്ക് ഉറപ്പുണ്ട് അത് ഫ്രഷ് ആണ്? ഉറപ്പുണ്ട്. എങ്ങനെ ഫ്രഷ്? അല്ലെ എന്റെ വീടിന്റെ അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 24 മണിക്കൂർ പോകുന്ന വെടക്കോഴികളിയാ. എത്ര പൂവൻ കോഴി ഇതിന്റെ പറവ നടന്നെന്നറിയാവോ? മൈൻഡ് ചെയ്തിട്ടില്ല. എന്തിനൊരു പൂവൻ കോഴി ഇതിന്റെ ചറവി പോലും തൊട്ടിട്ടില്ല. ഫ്രഷ് ചിക്കൻ. തിരിഞ്ഞാ പോ, എനിക്കാണെങ്കിൽ കയ്യും വയ്യ. കയ്യും തൂറ്റിളിയാ? ഒന്നും പറയണ്ട അളിയാ. എന്തായാലും പറയണം. ഞാൻ ഒറ്റയ്ക്ക് അലച്ച ജനമേരിക്കും ഞാൻ ഭ്രാന്തനെന്ന്. അങ്ങനെയല്ല, അല്ലാത്തൊരു പ്രശ്നമാണെന്ന്. ഞാൻ രാവിലെ ഈ കൃഷി ഓഫീസിൽ പോയിട്ട് വരികയായിരുന്നു. പോയിട്ട് ഇറങ്ങിയത് ഒരു ഓട്ടോയിൽ കുറെ പയ്യന്മാര് വന്ന് എടുത്തിട്ടങ്ങ് അലക്കി. എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ നിന്ന് ജംഗ്ഷനിൽ വന്നൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരുന്നപ്പോ വീണ്ടും അടുത്തൊരു ഓട്ടോ വന്ന് കുറെ പയ്യന്മാർ വന്ന് വീണ്ടും എടുത്തിട്ട് അലക്കി. എന്തിനാ ഏതിനാ ആരാണെന്ന് ഒരു പിടിയും കിട്ടിയില്ല അളിയാ. കണക്കങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ അളിയാ. ഏത് കണക്ക്? അല്ലെ പിന്നെ അപ്പൊ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ വീട്ടിന്റെ ഫ്രണ്ടിൽ രാഷ്ട്രീയക്കാർ തമ്മിൽ ഭയങ്കര അടി. ഒരു ഞാൻ ഇറങ്ങി പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ രാഷ്ട്രീയം പറയരുത്. ഒരു സഹായങ്ങളും നീ എനിക്ക് വേണ്ടി ചെയ്തല്ല. സന്തോഷം. ഞാൻ പറഞ്ഞു എന്റെ അളിയന് ഇതൊന്നും ഇഷ്ടമല്ല. ഒന്നാ എന്റെ അളിയന് പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ കണ്ണുകറിയെ കണ്ടൂടാ, രാഷ്ട്രീയക്കാരെ കണ്ടൂടാ. മാത്രമല്ല നിങ്ങൾ ഒട്ടിക്കുന്ന പോസ്റ്ററിലെ രാത്രി എന്റെ അളിയനാണ് വലിച്ചു കീറുന്നതെന്ന്. മഹാഭാവി. എന്നിട്ട് അപ്പൊ അവർ പറഞ്ഞു എവിടെ നിന്റെ അളിയനെന്ന്. ഞാൻ പറഞ്ഞു വീട്ടിലില്ല, കൃഷി ഓഫീസിൽ കാണുമെന്ന്. അവരൊരു 4 ആട്ടോയിലോട്ട് അങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടു. നീയാണല്ലോ ചെയ്തത്. 2 ഓട്ടോ വന്ന്. പേടിക്കണ്ട, ഇനി 2 ആട്ടം കൂടെ വരും. പാർട്ടിക്കാർ വാക്ക് പറഞ്ഞാ വാക്കാ. എനിക്ക് ദ്രോഹം ചെയ്യണം അല്ലടാ. സ്വന്തം പെങ്ങളെ വിധവയാക്കണം. ഇതാണ് പണ്ടുള്ളവർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. പട്ടിയും ചെത്ത് അനീഷിനെയും കടിച്ച് അരിയിലെ പുളിയും മാറി, എന്നിട്ടും പശുവിന് മാറിയില്ല മുറുക്ക്. അതങ്ങനല്ല, അരിയും തിന്ന് ആശാരിച്ചും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ്. 2 പഴഞ്ചൊല്ല് ഒരുമിച്ചായപ്പോഴാണ്. നീ അതിൽ കയറി പിടിക്കാൻ നിൽക്കണ്ട, എഡിറ്റിംഗിൽ പൊക്കോളും. അങ്ങനെയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം ആ പറമ്പിൽ നിന്നും കംപ്ലീറ്റ് കല്ല് നീ ചാക്കിൽ വാരിയിട്ട് ടെറസിൽ കയറി എന്തിന്? അളിയാ കാര്യം ഉണ്ടല്ലോ, നമ്മളെ വീട്ടിന് അപ്പുറത്ത് ആ സുരേഷ് ഇല്ലേ? ആ സുരേഷ്. ഏത് സുരേഷ്? മറ്റേ മുട്ടയടിച്ച സുരേഷ്. ആ സുരേഷ്. അളിയ അവൻ ഈ പഴഞ്ചൊല്ലൊന്നും ഒരു വിശ്വാസവും ഇല്ലളിയാ. ഞാനുണ്ട് ഈ കല്ലല്ല വാരി ടെറസിന്റെ മേളിൽ കയറ്റിയിട്ട് അവന്റെ തലവടിയെ വാരി എറിഞ്ഞു കൊടുത്തു. അവന് ഏത് പഴഞ്ചൊല്ലിലാണ് വിശ്വാസം ഇല്ലാത്തത്? എതിയേട്ടോ മുട്ടയടിച്ച കല്ലുമഴ പെയ്യുമെന്ന്. ഇപ്പൊ അവന് വിശ്വാസം വന്നു. മനസ്സിലായി. രാവിലെ അവൻ വീട്ടിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയാണ്, അതങ്ങനെ പൂവന്മാഴയുടെ മൂട്ടില് ഏത്തവാഴ കൊലക്കില്ലല്ലോ എന്ന്. അത് പഴഞ്ചൊല്ലി മനസ്സിലായോണ്ടല്ല, അതായത് സിംബോളിക്കായിട്ട് നിന്റെ തന്തയ്ക്ക് വിളിച്ചതാ. അങ്ങനെയാണ്. എന്നാ അളിയന്റെ വീട്ടിൽ അലക്കൽ ഉടനെ ഊരേണ്ടി വരും. നീ അവന്റെ വീട്ടുകാരനെ സമാധി ആക്കണം. ദൈവമേ, നിന്നെ കാരണം നിവൃത്തിയില്ലാതായി പോലടാ. ഒരു ഉറുമ്പിന് പോലും വീട്ടിന്റെ മുന്നിൽ കൂടെ നടക്കാൻ കഴിയുന്നില്ല. അളിയ ഉറുമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അളിയ പിന്നെ അളിയ എനിക്കൊരു കുഞ്ഞു മൊബൈൽ മേടിച്ചു തരുവളിയാ. കുഞ്ഞു മൊബൈൽ എന്തിനാളിയാ? കുഞ്ഞു മൊബൈൽ എന്തിന്? ഉറുമ്പിന് കൊടുക്കാൻ. ഉറുമ്പിന് മൊബൈൽ കൊടുക്കുന്നത് അത് ഈ പഞ്ചാര ഇരിക്കുന്ന ഫേക്ക് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് വഴി ഉറുമ്പിന് അയച്ചു കൊടുത്തിട്ട് അതിനെ വഴി തെറ്റിക്കാൻ. ഇങ്ങനെ തേരാപ്പാര നടക്കുമ്പോ എനിക്കൊരു രസമളിയാ കാണുമ്പോ. തീരെ വയ്യാതായി പോയല്ലോ അളിയാ. ഇവിടെ മനുഷ്യ ഉറുമ്പ് കടിയാണ് ഉറുമ്പിനെ കൊല്ലാൻ നോക്കുന്നത്, അതിന് മൊബൈൽ വരെ വാങ്ങിച്ചു കൊടുക്കുന്ന. ഉറുമ്പിനെ കൊല്ലാനൊക്കെ എന്തോ ഒരു ഐഡിയ ഉണ്ടെന്ന് അളിയൻ അറിയാമോ? ഒരു ഐഡിയ പറഞ്ഞു. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഉറുമ്പിനെ കൊല്ലാൻ ബെറ്റർ ഐഡിയ. നമ്മൾ ഈ ഉറുമ്പ് പോകുന്ന വഴിയിൽ അല്പം മുളകും പഞ്ചസാരയോടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇടുക. അപ്പൊ ഈ പഞ്ചസാരയുടെ രുചി അറിഞ്ഞിട്ട് ഉറുമ്പൊന്നും ഇങ്ങനെ തിന്നും. അതിനകത്ത് മുളക് പൊടി ഉണ്ടേ. അപ്പൊ ഉറുമ്പിന് എരിയുമ്പോ ഉറുമ്പ് എന്ത് ചെയ്യും? വെള്ളം കുടിക്കാനായിട്ട് നമ്മളെ കിണറ്റിന്റെ മുട്ടിലോട്ട് വരും. എന്നിട്ട് ഇങ്ങനെ കിണറ്റിന്റെ വക്കി കയറി ഇരുന്നിട്ട് കിണറ്റിൽ വെള്ളം ഉണ്ടോന്ന് ഉറുമ്പ് ഇങ്ങനെ എത്തി നോക്കും. അപ്പൊ നമ്മളിങ്ങനെ പറവേ പമ്മി ചെന്നിട്ട് ഈ ഉറുമ്പിന്റെ ചന്തി പിടിച്ച് ഒറ്റ തള്ളു ഉറുമ്പ് കിണറ്റിലോട്ട് വീഴുന്നു. കിണറ്റിലെ വെള്ളത്തിൽ കിടന്ന് ഉറുമ്പ് ഭയങ്കരമായിട്ട് തണുക്കുമ്പോ ഉറുമ്പ് എന്ത് ചെയ്യും? ചൂട് കായാനായിട്ട് നമ്മൾ അടുപ്പിന്റെ മൂട്ടിൽ വരും. അപ്പൊ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു കാര്യം ചെയ്യണം. ഉറുമ്പ് അറിയാതെ ഒരു കുഞ്ഞു ഓലപ്പടക്കം എടുത്ത് അടുപ്പിനകത്ത് ഇട്ടേക്കണം. നമ്മളെ ഓലപ്പടക്കം എന്ന് പറഞ്ഞാൽ ഉറുമ്പിന് ബോംബാണ്. അപ്പൊ ഈ ഉറുമ്പ് ഇങ്ങനെ കയറി വന്നിട്ട് നമ്മുടെ ഉദ്ദേശപ്രകാരം ഈ അടുപ്പിന്റെ മൂട്ടി ഒന്ന് ഇങ്ങനെ തണുപ്പ് കായി. അപ്പൊ ഈ പടക്കം പൊട്ടും. ദേഹമാസകലം പൊള്ളലേറ്റ ആംബുലൻസിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ICUയിൽ ഇങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഉറുമ്പ് അത്യാവശ്യ നിലയിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ ഞാനും അളിയനും കൂടെ ഈ കമ്പൗണ്ടറിന്റെ വേഷത്തിൽ പമ്മി അങ്ങോട്ട് ചെന്നിട്ട് ഈ ഓക്സിജൻ മാസ്ക് ഊരിയങ്ങ് മാറ്റും. അപ്പൊ ഈ ഉറുമ്പ് ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിക്കും. നല്ല ബുദ്ധി. അല്ല ഉറുമ്പോടി മാറിയിട്ട് കൊല്ലളിയാ ബുദ്ധിയില്ലാത്ത. ഈ ഐഡിയ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി ജോലിക്ക് വെക്കട്ടെ അളിയാ. എനിക്ക് ജോലി കിട്ടിയതേ അളിയാ. എവിടെ? ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എന്നെങ്കിൽ അധ്യാപകനായിട്ട് ജോലി കിട്ടിയായിരുന്നു. അയ്യാ, പഠിച്ച സ്കൂളിൽ സാറായിട്ട് ജോലി കിട്ടിയ അതൊരു ഭാഗ്യമാണ്. അന്നളിയാ. പക്ഷെ ഉച്ചയ്ക്ക് ഊണുണ്ണാൻ സ്കൂളിൽ വിട്ടില്ലേ? അപ്പോൾ ഞാൻ സാറാണെന്നുള്ള കാര്യം മറന്നു കളിയാ. മാവി ചെന്ന് കല്ലെറിഞ്ഞു. സ്കൂളിലെ മാവില 2 ഓട് പൊട്ടി. അങ്ങനെ പറഞ്ഞു വിട്ടാ? പറഞ്ഞു വിട്ടില്ല, അവരത് സഹിച്ചു. എന്നിട്ട് ഞാൻ ക്ലാസ് എടുത്തോണ്ട് വന്നപ്പോഴേ ഒരു ചെറുക്കൻ ചോദിക്കുകയാണ്, സാറേ മാസം എന്ന് വെച്ചാൽ എന്താണ്? അളി എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, എടാ ശിവനും ശക്തിയും ചേർന്നാൽ മാസടാ. അപ്പൊ പറഞ്ഞു
അവിടുത്തെ പ്രിൻസിപ്പാൾ ഞാനായിരുന്നെങ്കിലേ എന്നെ അടിയെന്ന് പറഞ്ഞു വിട്ടേനെ. ഓ പറയുന്ന കേട്ടാ തോന്നുന്നു ഇതൊരു അളി എന്നെ അടിച്ചിട്ടില്ലെന്ന്. എപ്പോഴാണ് നിന്നെ അടിച്ചത്? അളി ഇന്നലെ എന്തിനാണ് അളി എന്നെ അടിച്ചത്? കാര്യമുണ്ട്. എന്റെ കുഞ്ഞിന് ദ്രോഹം ചെയ്തോണ്ട് വിദ്യാരംഭത്തിന് എഴുത്തിനിരുത്താൻ വേണ്ടി മുഹൂർത്തം കുറിച്ചിരിക്കുന്ന എന്റെ കുഞ്ഞിനെ നീ ഉപദ്രവിച്ചില്ലടാ, നീ ദ്രോഹിച്ചില്ലടാ. ഞാൻ ദ്രോഹിച്ചെന്നല്ലേ, ഞാൻ അവനെ ഇന്നലെ വിളിച്ചിരുത്തി എഴുത്തിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചല്ലേ. അതെന്തിന്? അല്ലെ വിദ്യാരംഭത്തിന് ഇത്രയും പേര് കൂടി നിൽക്കുമ്പം അരിയിൽ എഴുതുമ്പോ തെറ്റിപ്പോയ അവൻ ചമ്മി പോകത്തില്ലേ, അതുകൊണ്ട് ഇന്നലെ വിളിച്ചിരുത്തി പ്രാക്ടീസ് കൊടുത്തതാണ്. പോയി മനുഷ്യനെ കൊല്ലിക്കാൻ. പിന്നെ അളിയാ ഞാനൊരു സേറ്റ് വലിച്ചോട്ടാ. ഇവിടെ വലിക്കരുത്, കരിയിലേക്ക് കൊണ്ട് കത്തും. കുഴപ്പമില്ലല്ലോ, വലിക്കരുതെന്നാണ് പറഞ്ഞത്. എന്താ ചെയ് വലിച്ചൂടാ അളിയാ, ചുമ്മാ അരി അളിയാ. അവിടെയൊന്നും തീയിടല്ലേ. എന്തോ നിർത്താൻ പറ്റുന്നില്ലേ, ശീലമായി. പരിധിയുണ്ട് കേട്ടോ ഇതിനൊക്കെ. എനിക്കിതൊക്കെ രസാളി, അളിയനെ ഇങ്ങനെയൊക്കെ കാണിച്ചു വരാന്ന് അളിയൻ പോ, അളിയൻ പോ. അളിയ ഒരു 2000 രൂപ അളിയാ. അളിയൻ പോ അളിയാ. 2000 രൂപ അളിയാ. 2000 ഞാൻ തരില്ല, പോ. അളിയ എന്തോ അളിയാ? ഞാൻ തരില്ല, എന്നോട് ചോദിക്കണേ, ഞാൻ തരില്ല. മനുഷ്യത്വം വേണോ അളിയാ? എനിക്ക് മനുഷ്യത്വം ഇല്ല. മനുഷ്യനെ സഹായിക്കണോ അളിയാ? നീ സഹായിക്കാൻ അളിയ എന്നെ കണ്ടുപടി അളിയാ. ഇന്നലെ ഒരു ഭിക്ഷക്കാരൻ പാവം വിശന്ന് വലഞ്ഞ് എന്റെ വീട്ടിൽ കയറി വന്നു. ഞാൻ ഉണ്ടാക്കിയ ആഹാരം, എന്റെ കൈവച്ചുണ്ടാക്കിയ ആഹാരം അവൻ ഞാൻ പൊതിഞ്ഞു കൊടുത്തറിയാ. ആ ഭിക്ഷക്കാർ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അവ ഇന്ന് രാവിലെ വന്നിരുന്നു. നിന്റെ ആഹാരം കഴിക്കാനായിരിക്കും. പിന്നെ അവൻ ഭിക്ഷ എടുത്ത പൈസ കൊണ്ട് ഒരു പുസ്തകം മേടിച്ചെന്നളിയാ. ഏത് പുസ്തകം? 101 പാചക വിധികൾ. അവനവരെ മനസ്സിലാക്കിന്റെ ആഹാരത്തിന്റെ ക്യാമത്വം. ഞാൻ തിന്നപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നളിയാ. അളിയാ, കഴിക്കുന്ന ആഹാരത്തിൽ രുചി മനസ്സിലാക്കാൻ അല്പം ബുദ്ധിയെങ്കിലും വേണം. അതുപോലെ നിനക്ക് ഇല്ലാതായി പോയല്ലോ. 2000 രൂപ അളിയാ. ഞാൻ 2000. നിനക്ക് ഇപ്പൊ 2000 ആവശ്യം എന്താണ്? എനിക്ക് ചെന്നൈ പോയി. എന്തിന്? സിനിമ നടി ഉർവശി ചേച്ചിയെ കാണാൻ. നീ അവരെ കൂടെ പോയി ശല്യപ്പെടുത്താനായിരിക്കും. അല്ലല്ല, ഉർവശി ചേച്ചിയെ കൊണ്ട് എന്നെ ഒന്ന് ശപിപ്പിക്കണം. അതെന്ത് കാര്യത്തിനാണ്? അളിയും കേട്ടിട്ടില്ല ഉർവശി ശാപ ഉപകാരം ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തളിയാ. എന്റെ പൊന്നളിയാ, വല്ലാത്തൊരു അവസ്ഥ തന്നെ അളിയാ. അളിയന്റെ കാര്യം അളിയ ഒന്ന് പോയി താളിയാ. അളിയ പിന്നെ ഞാൻ പോണോ? ഞാൻ അളിയന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം, അതിന്റെ ഉത്തരം അളിയൻ പറഞ്ഞാൽ ഞാൻ പോവാം. ഉറപ്പാണ്? ഉറപ്പാണ്. പിന്നെ ഇങ്ങോട്ട് വരില്ലല്ലോ? വരില്ല. ഇനി എന്ത് കാര്യമായാലും ഞാൻ ഉത്തരം പറഞ്ഞിരിക്കും. അളിയൻ ഈ ബാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ പാട്ടുകാരും ഓർക്കസ്ട്രക്കാരും ഇല്ലാത്ത ബാൻഡ് ഏതാണ്? എങ്ങനെ? പാട്ടുകാരും ഓർക്കസ്ട്രക്കാരും ഇല്ലാത്ത ബാൻഡ് ഏതാണ്? എനിക്ക് വലിയ പിടി കിട്ടില്ല. നവീണം പരിപാടിക്കൊക്കെ പോകുന്നുണ്ടോ എപ്പോഴും? ആണോ ഈ ബാൻഡിൽ പാട്ടുകാർ ഓർക്കസ്ട്ര ഇല്ലാത്ത ബാൻഡ് കാണാ? ഇല്ല, ഒരു 4 പീസെങ്കിലും കാണും ഇവിടെ മിനിമം. കാണും. പിന്നെ അഖിലേ, നിനക്കറിയോ? കരോക്കെ ഗാനമേളയൊന്നും അല്ലല്ലേ? അവൻ വേറെ കയറി പോണേ. അല്ലേ? അല്ലല്ല, അങ്ങനെ ഒരു ബാൻഡ് ഇല്ല. ഇല്ലല്ല, അങ്ങനെ ഒരു ബാൻഡ് ഇല്ല. പാട്ടുകാരും ഓർക്കസ്ട്രക്കാരും ഇല്ലാത്ത ബാൻഡ് ഇല്ല. ഞാൻ നേരത്തെ റബ്ബർ ബാൻഡ് അങ്ങോട്ട് എറിഞ്ഞില്ലേ, അത് അതുകൊണ്ട് കിടക്കുന്നു ആ ബാൻഡ്. ചോദിച്ചു വാങ്ങിച്ചത് ഇത് കിട്ടണേ. പോകുന്നില്ല. ഇനി അടുത്തെന്തെങ്കിലും ചോദിക്കണ്ടോ? ഒരു മിനിറ്റ്, ഞാനൊരു കോൾ ചെയ്തോട്ടെ, അത്യാവശ്യമാണ്. ഹലോ, ഈ ഫ്ലെക്സ് സ്റ്റിക്കർ ഒക്കെ അടിക്കുന്ന കടയല്ലേ? എനിക്ക് വൈകുന്നേരത്തിനത്തെ ഒരു കഴുത്തിൽ തൂക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കർ അടിച്ചു തരാൻ പറ്റുമോ? മാറ്റർ ഞാൻ വാട്സാപ്പിൽ അയക്കാം. ശരി, ആയിക്കോട്ടെ, ഓക്കെ, താങ്ക് യു. ആർക്കാളിയാ കഴുത്ത് തൂക്കുന്ന? അളിയന് വേണ്ടി തന്നെ. അളിയത് തൂക്കണം, എല്ലാരും ഇത് വായിക്കുകയും ചെയ്യണം. വായിക്കണം. എന്തോളെ മാറ്റർ? ഞാൻ അമ്പിളിക്കുട്ടൻ, ഞാൻ ഒരിക്കലും നന്നാവില്ല. അളിയാ ഓടാ പുളിയാ അളിയന്റെ. എന്തോന്നടാ നോക്കണത്? നീ എന്തോ ചെയ്ത് നോക്കുക? ക്ലൈമാക്സ് സ്റ്റില്ലടിച്ചില്ലടാ, അത് പറയണ്ടേ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അമീൻ സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു. നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എന്തെന്ന് പറയുന്ന പോലെയാണ് പറയുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ കേൾക്കട്ടെ? എല്ലാവർക്കും ഉള്ളതുപോലെയൊക്കെയുള്ള പ്ലാൻസ് ഒക്കെ തന്നെയാണോ? ഞങ്ങൾ ഗോവയ്ക്ക് പോവാണ്, നിങ്ങളോ? ഹണിമൂൺ എവിടെ പോണ്ടേ? നമ്മൾ തീരുമാനിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞങ്ങൾ യാത്ര അല്ല, വർക്കിന്റെ കാര്യത്തില് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മൂവ് ഓൺ ചെയ്യണം. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ ഒരു പുതിയ സിറ്റിയിലേക്ക് മാറണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അതെന്തായാലും ഉണ്ടാവും. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് അമ്മീൻ എടപ്പാളോ, ഞങ്ങൾ മിക്കവാറും കൊച്ചിയിലേക്ക് മൂവ് ചെയ്യും. അതെ, സന്തോഷം. സന്തോഷമല്ല, ഞാൻ അഭിനയിക്കുകയാണ്, ഉള്ളി കരയുക. സന്തോഷമല്ല, ഈ പാളി കൂടെ കണ്ണീരിങ്ങനെ അല്ല, ഞാനൊരു പോസിറ്റീവ് വൈബ് തരാം. കഴിഞ്ഞ 2024 ജനുവരി ഞാൻ ഇതേപോലെ എന്താണ് കല്യാണം ശോകം അടിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദ്യങ്ങൾ, ഭയങ്കര ചോദ്യങ്ങൾ. എന്തായി കല്യാണം കഴിക്കില്ല, പ്രായം കുറെ ആയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ വർഷം ആയപ്പോഴേക്കും എന്റെ കഴിഞ്ഞു. അതുപോലെ തന്നെ ബ്രോയുടെ 2026 ജനുവരിയുടെ മുമ്പ് ബ്രോ നമ്മൾ കാണുമ്പോൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇപ്പോഴേക്കും ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രാക്കിലാവുന്നുള്ള കാര്യം. പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് നമ്മൾ ഓൾമോസ്റ്റ് സെയിം പ്രൊഫഷൻ ആയതുകൊണ്ട് ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഇറ്റ്സ് വൺ ഓഫ് അവർ കപ്പിൾ ഗോൾ. ആക്ച്വലി യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, ഫാമിലി ലൈഫ്. നിന്റെ ആഗ്രഹങ്ങൾ ഒക്കെ പറഞ്ഞു, ഈ പാവത്തിന്റെ ആഗ്രഹങ്ങൾ കേൾക്കട്ടെ. ഇല്ല, സെയിം തന്നെ പറഞ്ഞില്ലേ. ഗുഡ് ജോബ്.
We are on the track, man. ഇപ്പോഴാണ് നീ ഫാമിലി ലൈഫ് എന്താന്ന് പഠിക്കുന്നത്. കണ്ടു പഠിച്ചോ. ഗുഡ് വൺ, ഗുഡ് വൺ. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി ഏതെങ്കിലും ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീരിയൽ വരുന്നു, ഒരുപാട് വേഷങ്ങൾ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്യാരക്ടർ ഇവിടെ ചെയ്ത് കണ്ടാൽ കൊള്ളാം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഭയങ്കര വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ ഭാഗമായിട്ട് ഡയനെ കാണണം എന്നുള്ളത് ആഗ്രഹമായിട്ടുണ്ട്. സാധിക്കട്ടെ. അതിപ്പോ അത് വലിയ ഒരുപാടുള്ള റോളാണെങ്കിൽ ശരി, ചെറിയ റോളാണെങ്കിൽ ശരി, പക്ഷെ വലിയൊരു സിനിമയുടെ ഭാഗമായിട്ട് ഭയങ്കര എല്ലാവരും വാസ്റ്റായിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിക്കട്ടെ. സൂപ്പർ. പിന്നെ ഞാൻ പണ്ട് അമീനെ പറ്റിയ ഒരു കാര്യം, ഒരു സിനിമയിൽ ഒരു ഹീറോ വേഷം ചെയ്യണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും സാധിക്കട്ടെ. അതും ആമീൻ. എന്താണ് ഡയാനയിൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി? ഫ്രഷ്. അതല്ലേ ഞാൻ ക്ലീഷ്. ഇവിടെ സെൽഫ് മെയ്ഡ് ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ കയറി വന്ന ഒരു ജേണി എനിക്ക് ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നി. സോ അതൊരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തന്നെ. Again, good move. അല്ല, അടിപൊളി. ആതിര എന്റെ അടുത്ത് പറഞ്ഞ ഒരു ആഗ്രഹം എന്ന് പറയുമോ, ചേട്ടൻ എന്റെ പിന്നെ ഹസ്ബൻഡിന് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചേട്ടനും എന്റെ ഹസ്ബൻഡും കൂടെ ഒരുമിച്ചിരി കുടിക്കണോ. അവളെ വീട്ടിലറിയുമെന്നോ എന്നാലും ഞാൻ പറഞ്ഞു, അതിനോ ഒരിക്കലും നടക്കില്ല, കാര്യം നമ്മളങ്ങനെയുള്ളവരല്ല. ഇല്ലല്ല, ഡയാന അമീന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഡയാനോട് പറഞ്ഞ എന്താണെന്നറിയാമോ, അങ്ങനെ മുണ്ടയിൽ എന്റെ വീട്ടിന്റെ കുളത്തിന്റെ അടുത്ത് ഇരിക്കാൻ ഒരാളും കൂടെ ആയത്. കാര്യം ഇപ്പൊ എന്റെ സ്ഥിര കമ്പനി ഇവളുടെ. അല്ല പറയണം, പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതുപോലെ ആസ്വദിച്ച ഒരു ഇതായിരുന്നു രാഹുലിന്റെ ശ്രീവിദ്യയുടെ, നമ്മൾ കല്യാണം കൊണ്ടുവന്നില്ലേ, അതിനുശേഷം ശ്രീവിദ്യ ഇപ്പൊ കാസർഗോഡാണ്. അവ അഖിലിന്റെ വീട്ടില് അവിടെ രാത്രി 10:30 വരെ ഇരിക്കും, 12 ആവുമ്പോ എന്റെ വീട്ടിൽ വരും. ഞാൻ കാസർഗോഡ് വീട്ടിൽ പോയിട്ട് ദൈവത്താണ് സത്യം കേട്ടോ, അഖിലേട്ടന്റെ വീട്ടിൽ പോകും. രാത്രി ഇവൻ ഇറങ്ങാൻ നേരം അഖിലേട്ടൻ കരയും, ലിറ്ററലി അഖിലേട്ടൻ കരയും. എന്നിട്ട് പോവല്ലടാ നീ എന്നെ, എന്നിട്ട് അവൻ വെയിറ്റ് ചെയ്ത് ചേട്ടനെ ഉറക്കി കിടത്തിയിട്ട് വണ്ടി എടുത്തിട്ട് എന്നിട്ട് ഒരു ബോക്സ് സ്വീറ്റ്സും കൊണ്ടുവന്നിട്ട്, ചേട്ടാ മോനെ വിളിയേട്ടാ, എത്ര മണിക്ക്, രാത്രി 1:30, ചേട്ടാ മോനെ വിളിയേട്ടാ. ഞാൻ പറഞ്ഞു, എടാ കുഴപ്പമില്ല, അവൻ രാവിലെ കഴിച്ചോളും. ഇല്ല ചേട്ടാ, അല്ലെങ്കിൽ ശ്രീവിദ്യ എന്റെ വഴക്ക് അവന്റെ തന്നെ കൊടുക്കണെന്ന് പറഞ്ഞാണ്. അപ്പൊ എന്തായാലും വിത്ത് ദിസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹാപ്പി ലൈഫ് രണ്ടുപേർക്കും ആശംസിക്കുന്നു. ഇനി നമുക്ക് സെപ്റ്റംബറിലെ വിശേഷമായിട്ട് വരാം. ബട്ട് തൽക്കാലം കോമഡി മാസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ടാറ്റ പറയാം. അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.